ഇതിനായി ഉപ്പിട്ട വെള്ളത്തിൽ പുഴുങ്ങിയെടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് എടുത്ത് 7 മിനിറ്റ് വരെ പുഴുങ്ങിയിട്ട് നമുക്ക് തണുത്ത വെള്ളത്തിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്കിനി ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് കുറച്ച് കടുകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. അടുത്തായി പാനിലേക്ക് കുനുകുനാന്നരിഞ്ഞ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്ന 7 വെളുത്തുള്ളിയുടെ ഇതളാണ്. ഇനി ചെറിയൊരു ഇഞ്ചി കുനുകുനാന്നരിഞ്ഞതും അടുത്തായി ഇട്ട് കൊടുക്കാം. എന്നിട്ട് പതുക്കെ നമുക്ക് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കാം. എണ്ണയിൽ കിടന്ന് ഇതൊക്കെ ഒന്ന് ചെറുതായി വഴണ്ടിരിക്കട്ടെ. അതിലേക്ക് 2 വലിയ പച്ചമുളക് നെടുവിനെ കീറിയത് ഇട്ട് കൊടുക്കാം. ഞാനിതിപ്പം വൈറ്റ് റോസ്റ്റ് എടുക്കുന്നത് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാനാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം എന്തിൻ്റെ കൂടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിക്കാം. അടുത്ത ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. ഞാനാണെങ്കിൽ 3 വലിയ സവാളയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. കനം കുറച്ച് നന്നായി അരിഞ്ഞെടുത്ത്. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് ജസ്റ്റ് ഒന്ന് വേവിച്ച് കൊടുക്കാം. അതുവഴി സവാള ഒന്ന് ജസ്റ്റ് വാടി കിട്ടും. അത് കഴിഞ്ഞ് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അടുത്തായി നമുക്കിതിലേക്ക് 1 തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പതുക്കെ ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. സവാളയൊക്കെ നന്നായി വഴണ്ടി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി അടുത്തായി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഓരോന്നായി ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് 1 പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. അതിൻ്റെ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. നമുക്കിതൊന്ന് ജസ്റ്റ് കുറച്ച് നേരത്തേക്ക് ആവിയിൽ നന്നായി ആവിക്കുന്നതിന് വേണ്ടി കുറച്ച് നേരം വയ്ക്കാം. ഇപ്പം അതിൻ്റെ അകത്ത് വേപ്പറൈസ് ചെയ്ത വെള്ളവും എല്ലാം ഉണ്ട്. അത് ജസ്റ്റ് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിലേക്ക്. അതിന് വീണ്ടും ജസ്റ്റ് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുത്ത ആ വെള്ളം ഒന്ന് കുറുകി വന്ന് ഒന്ന് വറ്റി വരുന്നത് വരെ നമുക്ക് ജസ്റ്റ് അടി പിടിക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. നമ്മുടെ ഗ്രേവി കുറുകി വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊക്കെ നന്നായി മുട്ടയിലേക്ക് പിടിക്കാൻ വേണ്ടി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അങ്ങനെ നമ്മുടെ എഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. റെഡി ഫോർ സെർവിങ്.